കുറെ നാളായി ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പല്ലിൽ വെച്ചിരുന്ന റിങ് പോലത്തെ സംഭവം വരെ ഇളകി പോയി. അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തപ്പുകയാണ്. അങ്ങനെ ലാസ്റ്റ് കിട്ടി. ഇതും കൂടി എന്തായാലും എടുത്തേക്കാം. ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുന്നേ പല്ല് തേക്കാറുണ്ട്. അവിടെ ചെന്ന് വാ തുറക്കുമ്പോൾ ഡോക്ടർ ബോധം കിടണ്ടല്ലോ. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇന്ന് പല്ല് തേച്ചില്ലല്ലോ എന്നത് ഓർത്തത്. ചെറിയ വലിയ ടെൻഷൻ ഉണ്ട്. കാരണം കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അത് മാത്രമല്ല മുത്തും റിങ്ങൊക്കെ ഇളവി ഒരു ബന്ധമില്ലാതിരിക്കുവാണ്. ഡോക്ടർ എന്തായാലും എന്നെ ഓട്ടി. ഹോസ്പിറ്റലാണെങ്കിൽ നല്ല തിരക്ക്. ഇപ്പൊ വിളിക്കും വിചാരിച്ച് അവസാനം 1 മണിക്കൂറിന് ശേഷം എന്നെ വിളിച്ചു. ഭാഗ്യം പോലെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ കടയിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു. പുട്ടുപൊടി, കടല, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ മേടിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അന്നദാനം കൊടുത്തു തുടങ്ങി എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞത്. അപ്പോഴേ ചാടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കും ചേട്ടനും വിശന്ന് കണ്ണ് കാണാൻ വയതിരിക്കുമായിരുന്നു. അപ്പോഴാണ് അന്നദാനത്തിന്റെ കാര്യം വിളിച്ചു പറഞ്ഞത്. എല്ലാം പെട്ടെന്നായിരുന്നു. വന്നുടനെ തന്നെ ചോറും കിട്ടി, പെട്ടെന്ന് സീറ്റും കിട്ടി. സമാധാനത്തോടെ കഴിച്ചിട്ട് പോകാനും പറ്റി. ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഈ അമ്പലത്തിലാണ് കേട്ടോ ഉത്സവം. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ടാറ്റാ.